ഹായ് കൂട്ടുകാരി, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ലേബൃന്തിയിൽ വന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളാണ്. നമുക്ക് ചോദ്യം നോക്കാം. പ്രവർത്തനം 1 വായിക്കാം, എഴുതാം. പൂന്തോട്ടം. ഓരോ മലരും വിരിഞ്ഞു നിന്നു, ശലഭങ്ങളെല്ലാം പറന്നു വന്നു, ചെമ്പകം പൂമുല്ല ചെട്ടിച്ചെടികളും തെച്ചിയും പിച്ചിയും പൂത്തുലഞ്ഞു, വണ്ണുകൾ ആനന്ദ പാട്ടുപാടി, ചെമ്പകപ്പൂവിലിരുന്നു കൊണ്ട് പൂത്തുമ്പി പാറിപ്പറന്നു വന്നു, പൂന്തേൻ കുടിച്ചു രസിച്ചു നിന്നു, കാർത്തന്നൽ അങ്ങിങ്ങു വീശിയപ്പോൾ പൂവുകൾ ആനന്ദ നൃത്തമാടി, പക്ഷികൾ ആഹ്ലാദ പാട്ടുപാടി, മയിലുകൾ സന്തോഷ നൃത്തമാടി, കുട്ടികൾ പാടിക്കളിച്ചിടുന്ന പൂന്തോട്ടം എന്തൊരു ഭംഗിയാണ്. ഗോവിന്ദ് ബി. ഇനി നമുക്ക് ചോദ്യം നോക്കാം. എവിടെയാണ് മലരുകൾ വിരിഞ്ഞു നിന്നത്? ആകാശത്ത്, പൂന്തോട്ടത്തിൽ, കാട്ടിൽ. എവിടെയാ മക്കളെ? പൂന്തോട്ടത്തിലല്ലേ? അടുത്ത ചോദ്യം. ആരാണ് ആനന്ദപ്പാട്ട് പാടിയത്? വണ്ടുകൾ, പൂത്തുമ്പി, പൂവുകൾ. ആരാ മക്കളെ? വണ്ടുകളല്ലേ? അടുത്തത്. എപ്പോഴാണ് പൂവുകൾ ആനന്ദ നൃത്തമാടിയത്? പൂന്തേൻ കുടിച്ചപ്പോൾ, മലർ വിരിഞ്ഞപ്പോൾ, കാർത്തന്നൽ അങ്ങിങ്ങ് വീശിയപ്പോൾ. അപ്പൊ എന്തായിരിക്കും? കാർത്തന്നൽ അങ്ങിങ്ങ് വീശിയപ്പോൾ അല്ലേ? അടുത്തത്. കുട്ടികൾ പാടിക്കളിച്ചിടുമ്പോൾ എന്തു മാറ്റമാണ് പൂന്തോട്ടത്തിന് ഉണ്ടായത്? ഭംഗി കൂടുന്നു, മാറ്റമുണ്ടാകില്ല, സന്തോഷമുണ്ടാകുന്നു. എന്താണ് മക്കളെ? ഭംഗി കൂടുന്നു അല്ലേ? അടുത്തത്. പൂമ്പാറ്റയ്ക്ക് പകരം കവിതയിൽ ഉപയോഗിച്ചിരുന്ന പദമേത്? പൂത്തുമ്പി, കാർത്തന്നൽ, ശലഭങ്ങൾ. എന്താ മക്കളെ പൂമ്പാറ്റയ്ക്ക് പറയുന്ന വേറെ പേര്? ശലഭങ്ങളല്ലേ? അടുത്ത പ്രവർത്തനം 2. കത്ത്. എരുതിയിലുയരോടെ എന്ന കഥയിൽ കടുത്ത വേദനയോടെ നിലത്തു വീണ സൈക്കയെ കുളിർജലം തളിച്ചുണർത്തിയ കഥ എല്ലാവരും വായിച്ചല്ലോ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഈ കഥയെക്കുറിച്ച് ഒരു കത്ത് തയ്യാറാക്കുക. നമുക്ക് കത്ത് നോക്കാം. സ്ഥലം, തീയതി എഴുതുക. പ്രിയപ്പെട്ട വിനയ്, എൻ്റെ മലയാളം പുസ്തകത്തിൽ ഫാദർ സെഡ് എം മുഴൂർ പുനരാഖ്യാനം നടത്തിയ ഗ്രീക്ക് പുരാണ കഥാസാഗരത്തിലെ എരുതിയിലുരോടെ എന്ന കഥ പഠിക്കാനുണ്ട്. ഗ്രീക്ക് പുരാണ കഥ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ആ കഥയെക്കുറിച്ച് നിന്നോട് പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. സൈക്കയാണ് കഥയിലെ നായിക. അവൾക്ക് ആരുമില്ല. ഈ സങ്കടം ഇറോസ് ദേവനെ അറിയിക്കണം. ഇറോസ് ദേവൻ അമ്മയായ ആഫ്രൊഡീറ്റിയുടെ അടുത്താണ്. ഇറോസ് വിളക്കിലെ എണ്ണ വീണതിനാൽ തോൾ പൊള്ളി വേദനിച്ചു കിടക്കുകയാണ് എന്ന് ഡിമിറ്റർ ദേവത അറിയിച്ചു. എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അഫ്രോഡിറ്റി ദേവതയെ പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. സൈക്കെ അഫ്രോഡിറ്റി ദേവിയോട് മാപ്പപേക്ഷിച്ചു. ദേവി അവളോട് ധാന്യക്കൂമ്പാരത്തിലെ നെല്ലും ഗോതമ്പും അമരപ്പയറും സന്ധ്യയ്ക്ക് മുമ്പ് വേർതിരിക്കാൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടുമെന്നും അറിയിച്ചു. ആ ജോലി ചെയ്തു തീർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ഒരു കൂട്ടം ഉറുമ്പുകൾ അവളെ സഹായിച്ചു. അവർ അവളുടെ ജോലി ചെയ്തു തീർത്തു. പണി തീർന്നത് കണ്ട് ദേവി വിസ്മയിച്ചു. അവൾക്ക് അടുത്ത പണി നൽകി. മലമടക്കുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന മഞ്ഞുകട്ട പോലെ തണുത്തുറഞ്ഞ ജലം പളുങ്കുപാത്രത്തിൽ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങൾ നിറഞ്ഞ വലിയ മലമുകളിലേക്ക് പോകാൻ അവൾക്കായില്ല. അവളുടെ ദൈന്യം കണ്ട കഴുകൻ അവളെ സഹായിച്ചു. ഇതുകൊണ്ട് കൊടുത്തിട്ടും ദേവി അവളോട് കോപിക്കുകയും ശകാരിക്കുകയുമാണ് ചെയ്തത്. അവൾ ബോധം കെട്ട് നിലത്ത് വീണു. സംഭവങ്ങളെല്ലാം അറിഞ്ഞ ഇറോസ് ദേവൻ പാത്രത്തിലെ കുളിർജലം തളിച്ച് സൈക്കയെ ഉണർത്തി. ഇറോസ് ദേവന്റെ ദർശനത്തിൽ അവൾ ദുഃഖമെല്ലാം മറന്ന് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് നടന്നുപോയി. ഇതാണ് ആ മനോഹരമായ കഥ. പുതിയ പുസ്തകമായതിനാൽ നിനക്ക് ആ കഥ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. തീർച്ചയായും പുസ്തകം കിട്ടിയാൽ നീയും അത് വായിക്കണം. നിനക്കത് ഇഷ്ടമാകും. മറ്റ് വിശേഷങ്ങൾ പിന്നീട് എഴുതാം. നിന്റെ പ്രിയ കൂട്ടുകാരൻ അമൽ. പ്രവർത്തനം 3. വായനാക്കുറിപ്പ്. മണ്ണിൽ വിത്തിറക്കുക മനുഷ്യധർമ്മം. ഒരു ബുദ്ധ സന്യാസി വയലിൽ വിത്തിറക്കുന്ന ഒരു കർഷകനെ കണ്ടു. താങ്കൾ എന്തു ചെയ്യുകയാണ്? ഞാൻ വിത്ത് വിതയ്ക്കുകയാണ്. വിത്ത് വിതച്ചിട്ട് എന്തു ചെയ്യും? വിത്ത് മുളയ്ക്കുന്നത് മുതൽ കൊയ്യുന്നത് വരെ വിത്തും മണ്ണും ശ്രദ്ധാപൂർവം പരിചരിക്കും. വിള കൊയ്തിട്ടോ വീണ്ടും വിത്ത് ശേഖരിക്കും. എന്നിട്ടോ വീണ്ടും മണ്ണൊരുക്കി വിത്ത് വിതയ്ക്കും. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയല്ലേ കൃഷി ഇറക്കുന്നത്? അല്ല, മണ്ണിൽ വീണ്ടും വീണ്ടും വിത്തിറക്കുക എന്നതാണ് പ്രധാനം. ഭക്ഷണം പിന്നീടേ വരുന്നുള്ളൂ. തായ് നാടോടിക്കഥ.
ഈ കഥ ഇഷ്ടമായില്ലേ? കനൽ വഴിയിൽ കരുത്തോടെ എന്ന യൂണിറ്റിലെ ഭൂമിക്കു വേണ്ടി എന്ന പാഠഭാഗത്തെ ആശയങ്ങൾ കൂടി ബന്ധപ്പെടുത്തി ഈ കഥയ്ക്ക് വായനാക്കുറിപ്പ് തയ്യാറാക്കുക. മണ്ണിൽ വിത്തിറക്കുക എന്നത് മനുഷ്യധർമ്മമാണ് എന്ന ആശയമുള്ള തായ് നാടോടി കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബുദ്ധസന്യാസി ഒരു കർഷകനെ കണ്ട് വിത്തിടുന്നതിലെ കാര്യം അന്വേഷിക്കുകയാണ്. വിത്ത് വിതച്ചിട്ട് എന്തു കാര്യം എന്ന ചോദ്യത്തിന് വിത്തും മണ്ണും പരിചരിക്കുകയാണ് എന്നതായിരുന്നു മറുപടി. വിള കൊയ്താൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് വീണ്ടും വിത്ത് ശേഖരിക്കുമെന്നാണ് അയാളുടെ മറുപടി. ഭക്ഷണത്തിന് വേണ്ടിയല്ലേ കൃഷി ഇറക്കുന്നത് എന്ന ചോദ്യത്തിൽ മണ്ണിൽ വീണ്ടും വിത്തിറക്കുകയാണ് പ്രധാനം എന്നതായിരുന്നു കർഷകൻ പറഞ്ഞത്. ഭൂമിക്ക് വേണ്ടി കാലാവസ്ഥയ്ക്ക് വേണ്ടി ഗ്രേറ്റ എന്ന സ്കൂൾ കുട്ടി 2018 സ്റ്റോക്ക്ഹോം നഗരത്തിൽ സമരം ചെയ്ത കഥ പാഠപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവളോടൊപ്പം ആദ്യം കുറച്ചു കുട്ടികൾ മാത്രമായിരുന്നു. ഗ്രേറ്റ ഇൻസ്റ്റഗ്രാമിൽ സമരത്തിന്റെ ചിത്രം പങ്കുവച്ചതോടെ സമരത്തിന് പിന്തുണയുമായി കൂടുതൽ ആളുകളെത്തി. ഈ കർഷകനും ഭൂമിക്ക് വേണ്ടിയാണ് വിത്ത് വിതയ്ക്കുന്നത്. വിത്തിനും ഭൂമിക്കും അത് ആവശ്യമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഇതുപോലെ എല്ലാവരും ചിന്തിച്ചാൽ നമുക്ക് ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും. അടുത്ത പ്രവർത്തനം 4 പഴഞ്ചൊൽ വ്യാഖ്യാനം. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല, ഒരുമ തന്നെ പെരുമ. നിത്യാഭ്യാസി ആനയെ എടുക്കും. മുകളിൽ നൽകിയ പഴഞ്ചൊല്ലുകളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ പൊരുൾ എഴുതുക. ആദ്യത്തേത് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. മറ്റുള്ളവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ചെയ്ത ജോലി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. മുമ്പോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല എന്നർത്ഥം. അടുത്തത് ഒരുമ തന്നെ പെരുമ. ഒത്തുചേരൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കും. ഒരുമയോടെ പ്രവർത്തിച്ചാൽ ഏത് ജോലിയും വിജയിപ്പിക്കാൻ കഴിയും. അടുത്തത് നിത്യാഭ്യാസി ആനയെ എടുക്കും. നിത്യവും ശ്രമിച്ചാൽ ഏത് പ്രയാസമേറിയ ജോലിയും നിസ്സാരമായി പൂർത്തിയാക്കാൻ കഴിയും. അടുത്ത ചോദ്യം, 1.5 കോടി മാവേലിമാർ എന്ന കവിത എഴുതിയതാര്? ആരാ മക്കളെ എഴുതിയേ? ഏഴാച്ചേരി രാമചന്ദ്രൻ. അടുത്ത പ്രവർത്തനം 5 വിശകലനക്കുറിപ്പ്. ഈ പരുവത്തിൽ ചിരിക്കാൻ മേല, ഒക്കെ പൊറുക്കണേ കാക്കപ്പൂവേ, തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ. മുകളിൽ നൽകിയ 1.5 കോടി മാവേലിമാർ എന്ന കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കേരളത്തിന്റെ വെള്ളപ്പൊക്ക കാലത്തെ അനുഭവങ്ങൾ ചേർത്ത് ഏഴാച്ചേരി രാമചന്ദ്രൻ രചിച്ച കവിതയാണ് 1.5 കോടി മാവേലിമാർ. ആയിരം മാവേലിമാർ കേരളത്തിൽ ജന്മം കൊണ്ട മനോഹരമായ കാര്യമാണ് കവി നമ്മളോട് പറയുന്നത്. ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ കേരളം ഒന്നാകെ മുന്നോട്ട് വന്ന കാര്യം കവി എടുത്തു പറയുന്നു. ഈ പ്രളയ ദുരിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരായ ചിലരുടെയെല്ലാം ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പല ജീവജാലങ്ങളുടെയും ജീവൻ പ്രളയമെടുത്തു. ഈ സമയത്ത് ചിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നാണ് ആ ദുഃഖ സമയത്തെക്കുറിച്ച് കവി പറയുന്നത്. തിരുവോണം വരുന്ന നേരമാണ്. പൂക്കളായ കാക്കപ്പൂവും തുമ്പപ്പൂവും ഞങ്ങളോട് ക്ഷമിക്കണം. ഈ നേരത്തെ തിരുവോണം ആഘോഷിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നും പറയുന്നു. പ്രളയം ദുരിതം വിതച്ച ഓണക്കാലത്ത് മലയാളികൾ എല്ലാം മറന്ന് ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്ന തിരക്കിലായിരുന്നു. അവരെ ദുരിതത്തിൽ നിന്നും കരകയറ്റുന്ന പ്രവർത്തനം നടന്നതിനാൽ പലരും പൂക്കളങ്ങൾ ഇടാൻ മറന്നു പോയിരുന്നു. അതുകൊണ്ടാണ് ഓണപ്പൂക്കളോട് കവി ക്ഷമ ചോദിക്കുന്നത്. അടുത്തത് പ്രവർത്തനം 6 ജീവചരിത്രക്കുറിപ്പ്. സൂചനകൾ വികസിപ്പിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ONV കുറിപ്പ്. 1931 മെയ് 27 ജനനം. കൊല്ലം ജില്ലയിലെ ചവറയിൽ. കോളേജ് അധ്യാപകൻ. മാറ്റുവിൻ ചട്ടങ്ങളെ, ദാഹിക്കുന്ന പാനപാത്രം, നീലക്കണ്ണുകൾ, മയിൽപീലി, അക്ഷരം, ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ്, ഉജ്ജയിനി, തോന്നിയാക്ഷരങ്ങൾ തുടങ്ങിയവ കൃതികൾ. ചലച്ചിത്ര ഗാനങ്ങളും നാടക ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം, പത്മശ്രീ പുരസ്കാരം, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ തുടങ്ങി ഒട്ടേറെ അവാർഡുകൾ. 2016 ഫെബ്രുവരി 16 അന്തരിച്ചു. നമുക്ക് ഈ പ്രവർത്തനം ചെയ്തു നോക്കാം. ONV കുറിപ്പ്. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറ എന്ന ഗ്രാമത്തിലാണ് ONV കുറിപ്പ് ജനിച്ചത്. കേരളത്തിലെ വിവിധ കോളേജുകളിൽ അദ്ദേഹം അധ്യാപകനായി ജോലി നോക്കിയിരുന്നു. മലയാള കവിതകൾ, ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങി ഒട്ടേറെ രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്.
മാറ്റുവിൻ ചട്ടങ്ങളെ, ദാഹിക്കുന്ന പാനപാത്രം, നീല കണ്ണുകൾ, മയിൽപീലി, അക്ഷരം, ഉജ്ജയിനി, ഭൂമിക്ക് ഒരു ചരമഗീതം, ഉപ്പ്, തോന്നാക്ഷരങ്ങൾ എന്നിവ പ്രധാന കവിതാ സമാഹാരങ്ങളാണ്. ഒട്ടേറെ നാടക ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം, പത്മശ്രീ പുരസ്കാരം, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2016 ഫെബ്രുവരി 16 അന്തരിച്ചു. അപ്പം അടിസ്ഥാന പാഠാവലിയിലെ മോഡൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ചെയ്തു നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ.